മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനോട് ശിഷ്യന്മാർ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി യേശു കൊടുക്കുന്ന ഉത്തരങ്ങളിൽ ഒന്ന്. യേശുക്രിസ്തു ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അവിടുത്തെ വരവിനും ലോകാവസാനത്തിനും യെരൂശലേം ആലയം പൊടിയുന്നതിനും അടയാളം എന്ത്? ആ ചോദ്യത്തിന് മറുപടിയായി യേശു പറയുമ്പോൾ അനേക വിഷയം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞതായ വാക്കാണ് ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടവിടെ ഉണ്ടാകും. ഈ വാക്യം എഴുതുന്ന അക്കാലഘട്ടത്തിൽ ഇത് കേൾക്കുന്നവർക്ക് അത്രയും മനസ്സിലാകണമെന്ന് ഇല്ല. എന്നാൽ ഇന്ന് രാത്രി ജീവിക്കുന്നവർക്കറിയാം, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർത്തുകൊണ്ടിരിക്കുക. രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എന്ന് പറയുമ്പോൾ ഒരേ ഗണത്തിൽപ്പെട്ട ഒരേ കുലത്തിൽപ്പെട്ട വ്യക്തികൾ തമ്മിൽ പോരാടിക്കൊണ്ടിരിക്കുക. ഈ രാത്രി നാം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ലോകത്തിന്റെ പല ഭാഗവും ഭീകരത അവസ്ഥയിൽ, പേടിക്കുന്ന അവസ്ഥയിൽ ആയിരിക്കുക. കോടാനുകോടി മില്യൺ ഡോളേഴ്സിന്റെ നഷ്ടങ്ങളാണ് ഓരോ സെക്കൻഡിലും ലോകരാജ്യങ്ങളിൽ സംഭവിക്കുന്നത്. നമ്മുടെ ഇന്ത്യക്ക് തന്നെ കോടാനുകോടി ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ ഓരോ ദിവസമല്ല, ഓരോ മണിക്കൂറിൽ സംഭവിക്കുക. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന പല സാധനങ്ങൾ ഇറാനിലേക്ക് അയക്കുന്നുണ്ട്. ഓരോ ദിവസവും കയറ്റുമതി ചെയ്യുന്ന കോടിക്കണക്കിന് ഡോളേഴ്സ് വിലയുള്ള ഈ സാധനങ്ങൾ അയക്കുവാൻ കഴിയാതാകുമ്പോൾ നമ്മുടെ രാജ്യം അത്രയും ദാരിദ്ര്യത്തിലേക്ക് നീങ്ങും. ഇത് ഒരു രാജ്യത്തിന് മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാജ്യത്തിനെയും അവസ്ഥയായി ഇത് മാറിക്കൊണ്ടിരിക്കുക. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ ശക്തികളിൽ ഒട്ടും കുറവല്ല. വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും, യെഹെസ്കേൽ പ്രവാചക പുസ്തകം 38-ാം അധ്യായത്തിൽ വരുവാൻ പോകുന്ന മഹായുദ്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആ യുദ്ധ വിഷയത്തിലുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുമ്പോൾ ഇറാനെ കുറിച്ച് വ്യക്തമായി ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നുണ്ട്. മൂന്നാം ലോക മഹായുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ പുറപ്പെടുന്ന കൂട്ടത്തിനകത്ത് റഷ്യയോടൊപ്പമായി യോജിച്ചു നിന്നുകൊണ്ട് ചൈനയും ജപ്പാനും യോജിച്ച് നിന്നുകൊണ്ട് ഒരു വലിയ ശക്തിയായി വരുമ്പോൾ പേർഷ്യൻ ശക്തികൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരേണ്ട ഒരു രാജ്യമായി വിശുദ്ധ തിരുവെഴുത്തിൽ ചേർത്തിരിക്കുന്നത് ഇറാനിയാണ്. ബൈബിൾ പ്രവാക്കിൽ പാർസികൾ എന്നാണ് ഇറാനെ വിളിച്ചിരിക്കുന്നത്. പാർസികൾ, പാർസ്യ ഭാഷ സംസാരിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു രാജ്യം ഇറാനാണ്. ആ ഇറാനെ കുറിച്ച് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ആ ഇറാനിൽ ഇന്ന് യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധം എന്ന് പറയുമ്പോൾ ചില്ലറയൊന്നുമല്ല. ഗൾഫ് മേഖല മുഴുവൻ രാജ്യങ്ങളുടെയും ഫ്ലൈറ്റ് സർവീസുകൾ ക്യാൻസൽ ആക്കി കഴിഞ്ഞു. എത്ര ദിവസങ്ങൾ ഇനി മുൻപോട്ട് പോകുമെന്നറിയില്ല. അതിൽ സംഭവിക്കുന്ന വിപത്തുകൾ ചില്ലറയല്ല. അമേരിക്ക, കാനഡ, ന്യൂസിലാൻഡ്,